രാജേഷ് മാധവന്റെ ഡെബ്യൂ ഫിലിം പെണ്ണും പൊറാട്ടും. ഒരു എക്സ്പെരിമെന്റൽ ഫിലിമാണ്. പട്ടട എന്ന് പറഞ്ഞൊരു ഫിക്ഷണൽ വില്ലേജിലാണ് കഥ നടക്കുന്നത്. ഇതിനെ പൊറാട്ടായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റയർ പട്ടട അതിൻ്റെ സ്റ്റേജാണ്. പട്ടടയിലെ എല്ലാ ആളുകളും ഇതിലെ ക്യാരക്ടേഴ്സാണ്. അങ്ങനത്തെ ഒരു സെറ്റിംഗ് ആണ്. സിനിമയുടെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. വെൽക്കം ടു സുമി ടോക്കീസ്. നമ്മൾ സാധാരണ മലയാള സിനിമയിൽ ഇതുവരെ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടെറൈനിൽ അല്ല പെണ്ണും പൊറാട്ടും സഞ്ചരിക്കുന്നത്. കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു പോർട്രയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വളരെ ലൗഡറായിട്ടുള്ള വളരെ വളരെ നോയ്സി ആയിട്ടുള്ള ഒരു കയോട്ടിക് വേൾഡാണ് രാജേഷ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പട്ടട ഒരു ഫിക്ഷണൽ വില്ലേജ് ആണല്ലോ. അപ്പോൾ അതിൽ മൃഗങ്ങളും മനുഷ്യരും ഒരുപോലെ താമസിക്കുന്ന ഒരു സ്പേസ്, അതായത് ലോകത്തിൻ്റെ ഒരു മൈക്രോകോസം പട്ടടയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു പോർട്രയൽ. അപ്പോൾ അതുവഴി ഒരുപാട് സോഷ്യൽ ക്രിറ്റിസിസം, അതുപോലെ കുറച്ച് പൊളിറ്റിക്കൽ കുറച്ച് റിമാർക്സ് ഉണ്ട്. അതുപോലെ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് അവസ്ഥ, അതുപോലെ ഈ വിമൻ എംപവർമെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കൊണ്ടുവരാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 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 പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു സോഷ്യൽ ഒരു സെറ്റർ, ആ രീതിയിലാണ് ഈ സംഭവം സിനിമ വർക്ക് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഒരു വൺ ലൈനർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചാരു എന്ന പെൺകുട്ടിക്ക് കുമാർ എന്ന യുവാവ് ഒരു വളരെ കാഷ്വലായിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അത് അവിടുത്തെ പട്ടടയിലെ മെൻസ് ക്ലബ്ബായിട്ടുള്ള സംസാരം ക്ലബ്ബ്, ഇവരെ മെയിൽ ഗേസ് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അവരത് വൈറലാക്കുന്നു. എൻ്റെ പട്ടട അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പായാണ്, ഒരു പാച്ചിലാണ്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഇങ്ങനെ ഒരു വിരലി പിടിച്ച് ഓടുന്ന മൃഗങ്ങളെ പോലെ ഓടുന്ന മനുഷ്യർ, അവരുടെ ഒരു പേസിംഗ് ആണ് ഈ സിനിമ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സുമിത്രയുടെ മകൻ ജയന്തിയുടെ മകളോട് സംഭവത്തിന് ചോദിച്ചു, അത് തെറ്റല്ലേ? ഇവ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചില്ലേ? ആൺകുട്ടിയാണ്ടാ നല്ലവൻ. അപ്പോൾ ഇതിൽ ഒരു ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ രവിശങ്കറിൻ്റെ സ്ക്രിപ്റ്റാണ്. അത്യാവശ്യം നല്ല സ്റ്റഫുള്ള സ്ക്രിപ്റ്റാണ്. പല സറ്റേറിക്കൽ ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ ഇതിൽ മെയിൻ ഒരു പാരലൽ ട്രാക്ക് ഉള്ളത് സുട്ടു എന്ന് പറഞ്ഞ ഡോഗി, ഒരു ആനിമൽസ് വേൾഡിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സുട്ടുവിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. സുട്ടു ഇങ്ങനെ ഇടയ്ക്ക് വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഡയലോഗുകളൊക്കെ പറയും. മനുഷ്യന്മാരെക്കാളും സെൻസിബിളായിട്ട് തിങ്ക് ചെയ്യുന്ന പോലെയും സംസാരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. സുട്ടുവിനെ ബേസിക്കലി സിനിമയുടെ തുടക്കത്തിൽ റെഫ്യൂജി സംഭവമായിട്ട് കണക്ട് ചെയ്ത് ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ റൂട്ട്സ് ഇല്ലാത്ത റെഫ്യൂജീസ്, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇവരോടുള്ള ട്രീറ്റ്മെൻറ്റ് മാറാം, ഒരു അഷുറൻസും അവർക്ക് ഇല്ല. അപ്പോൾ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലേക്ക്. അങ്ങനെ ആ ഒരു സംഭവം പാരലലി ക്ലിയറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മഴ പുഴയോട് ചെയ്യുന്നത് എനിക്ക് നിന്നോട് ചെയ്യണം. നിൽക്കാൻ പറ്റാത്തടത്ത് ഓടിപ്പോകാൻ വേണ്ടിയിട്ടല്ലേ ഈ ലോകം ഇത്രയും വലുതായിരിക്കുന്നത്. പിന്നെ മനുഷ്യന്മാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മനുഷ്യന്മാരുടെ എല്ലാത്തരം നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ എല്ലാവരും തന്നെ നമുക്ക് പട്ടടയിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു ക്രിയേഷനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് സത്യത്തിൽ എസ്പെഷ്യലി വിമൻ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരാൾ പോലും അതിൽ നിൽക്കുന്ന കണ്ടിട്ടില്ല. അതായത് എല്ലാവർക്കും ഒരേ ഷെയ്ഡ് കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു പാലക്കാട് നിന്നുള്ള ആളുകളാണ്, അവർ ആ ആക്സെൻറ്റിലാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്കിവരെ മൊത്തത്തിൽ കാണുമ്പോൾ ഇവരുടെ ഒരു അറ്റയറും അവർ സംസാരിക്കുന്ന സബ്ജക്ട്സും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് കാണുമ്പോൾ കൂടുതലും ഇതിൽ അവിഹിതം തന്നെയാണ് സർഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തോന്നറിയില്ല, സെന്ന ഹെഗ്ഡയുടെ ഒരു ഇൻഫ്ലുവൻസ് രാജേഷിൽ വളരെ എവിഡൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ വേറൊരു പ്രശ്നമുള്ളത്, ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ ഒരു ലേഡി ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഓവർ ദ ടോപ്പായിട്ട് പോയിട്ട് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ബോധർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവിടേക്കൊന്ന്
ട്രിമ്മിങ് ആവശ്യമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളൊരു സോഷ്യൽ ഒബ്സർവേഷനാണ് നടത്തുന്നത്. അപ്പോൾ സോഷ്യൽ ക്രിറ്റിസിസം വരുന്ന സമയങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ ഉള്ള ഒരു പാറ്റേണിൽ സിനിമ ചെയ്യുമ്പോൾ ഹ്യൂമർ ഇതിൻ്റെ മേലെ, അതായത് ഒരുമാതിരി ഒരു സ്ലാപ്സ്റ്റിക് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മേലെ പോയിട്ട് പറയാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായി. ഇടയ്ക്കൊക്കെ ഒരു ആർട്ടിസ്റ്റിക് പോസസ് കൊണ്ടുവരാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിനിമ കുറച്ചും കൂടിയും ഒരു ക്ലാസ്സിയായിട്ട് ഒരു ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേനെ എന്നെനിക്ക് തോന്നി. അതൊരു ഒരു ഒരു ഡ്രോബാക്കായിട്ട് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ സിനിമയുടെ പേസിംഗ് ഒക്കെ എൻ്റെ വരെ അങ്ങനെ കൊണ്ടുപോയി. അത് ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു കുമാറിൻ്റെ വീട്ടിൽ പയറ്റ് നടക്കുന്ന കുമാറിൻ്റെ വീട്ടിലേക്ക് ഇവരെ എല്ലാ കംപ്ലീറ്റ് ആളുകളെ അസംബിൾ ചെയ്യിക്കുന്ന ഒരു സ്ട്രക്ചറിലേക്ക്. കാരണം ഒരു സംഭവം തുടങ്ങി അതിന് ഒരു എൻഡ് വരണമല്ലോ. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ് ഒരുമിക്കുന്നത്, അത് കഴിഞ്ഞ ഉടനെ സ്പ്ലിറ്റ് സെക്കൻഡിൽ എങ്ങനെ സെപ്പറേറ്റ് ആവുന്ന ആ ഒരു പൊളിറ്റിക്സൊക്കെ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഷോട്ടുകളൊക്കെ ചമൻചാക്കോ കുറച്ച് വൃത്തിയായിട്ടൊക്കെ കുറച്ച് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകളൊക്കെ അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രേമൊന്നും വരില്ല. ഞാൻ വരുമ്പോഴേക്കും അവനോട് ഉണ്ടാവണം കേട്ടല്ലോ, അല്ലെങ്കിൽ നീ വിവരം പറഞ്ഞു. ഒരു കാര്യമുണ്ട്, ജയന്തി വക്കാനത്തിന് മുമ്പ് പെണ്ണും പൊറാട്ടിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രാജേഷിന് ആ ക്രെഡിറ്റ് കൊടുക്കണം. കാരണം രാജേഷ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അത്യാവശ്യം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. ഒരൊറ്റ ആളെ പോലും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ഇല്ല. ഞാൻ ഈ സിനിമയിൽ എനിക്ക് ആകെ അറിയുന്നൊരു ഫേസ് രാജേഷിൻ്റെ മാത്രം. രാജേഷ് ഒരു ഗസ്റ്റ് റോൾ പോലെ കുറച്ച് നേരം വരുന്നുണ്ട്, വേറെ ആരും അറിയില്ല. മോസ്റ്റ്ലി എല്ലാവരും ന്യൂ ഫേസസ് ആണ്. അവിടെ നിന്ന് തന്നെ പാലക്കാട് നിന്ന് തന്നെ എടുത്ത ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അവരുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അങ്ങനെയാണ് സ്ക്രീനിൽ വരുന്നത്. ഇതിൽ വളരെ നമുക്ക് കുറച്ച് നോട്ടബിളായിട്ട് തോന്നുന്ന പെർഫോമൻസസ്, കുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നൊരു യങ് ആക്ടറുണ്ട്. അതുപോലെ മാഷ് ഈ മെൻസ് ക്ലബിലെ മെയിൻ മെമ്പറാണ്. ആളിങ്ങനെ ത്രൂ ഔട്ട് ഉണ്ട്, നല്ല ആക്ടിങ് ആണ്. അതുപോലെ തന്നെ റൈന ചാരു എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വരുന്നു. ഇങ്ങനെ ഇവരൊക്കെ നല്ല, എന്ന് വെച്ചാൽ ഇവർക്ക് ചാരുവിനൊക്കെ വളരെ ചെറിയ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ഉള്ള ഒരു 2 ഷോട്ടുകൾ മറ്റുള്ള അതിൽ വളരെ സ്മാർട്ടായിട്ട് വന്നിട്ട് പിന്നെ അഭിനയിച്ച പോലെയാണ് തോന്നിയത്. അപ്പോൾ ഈ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് ശരിക്കും വളരെ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. വൈശി ചാരുവിന് ക്വാളിറ്റി മാത്രമല്ല എസ്തെറ്റിക്സും മുഖ്യം. മൃഗങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താറാവുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, പിന്നെ ആരാണ്, നായ്ക്കളുണ്ട്, എരുമയുണ്ട്, എന്താണ് ഇനി ബാക്കിയുള്ളത്. എല്ലാവരും ഇങ്ങനെ ഓരോരോ ഷോട്ടിലേക്ക് കൃത്യമായിട്ട് ഓരോ ഐഡിയാസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല പ്രോപ്പറായിട്ട് എന്താ പറയുക അലൈൻ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. എനിക്ക് ആ ഒരു എഫേർട്ട് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ ടെക്നിക്കൽ സൈഡും അത്യാവശ്യം നല്ല സൗണ്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു കെയോട്ടിക് വേൾഡ്, ഇത്രയും മൂവിങ്, ഇങ്ങനത്തെ ഒരു പേസിൽ സിനിമ ഇങ്ങനെ ടോട്ടലി, അതായത് അക്രോസ് സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ പേസിലാവുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന സിനിമോട്ടോഗ്രാഫർക്കാണ്. സബിൻ ഊരാലിക്കൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പേര് മുൻപ് കേട്ടിട്ടില്ല, പക്ഷെ നല്ല വർക്കാണ്. അതുപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ മെൻസ് ക്ലബിൻ്റെ കുറേ കോമൻറ്റ് സെക്ഷനൊക്കെ കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവരൊരു മെയിൽ ഗേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പൊറാട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഡ്രാമയുടെ എലമെൻറ്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോറസ് പാട്ട് കൊണ്ടുവരുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ബേസിക്കലി അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പോ ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്, മ്യൂസിക്കും നല്ല രീതിയിലാണ് ഇതിൽ ശരിക്കും സിനിമേനെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഡോൺ വിൻസെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു വലിയ കാര്യം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ നോയ്സിൽ പോയിട്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നന്നായിട്ടത് നമ്മുടെ കണ്ണിൽ പെടും. അതായത് ഓരോ ഷോട്ടുകളിൽ ഇങ്ങനെ പ്രോപ്പ് സെറ്റിംഗ് ഉണ്ട്, പല പല സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ, ബിഹൈൻഡ് ദ സീൻ. അത് വിനോദ് പട്ടണക്കാരനാണ് ആർട്ട് ഡയറക്ടർ. എനിക്കത് നല്ല വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ സിനിമ ഒന്നും കൂടി ഒന്ന് പൊസിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കുറച്ചൊരു പോസ് ഒരു സമാധാനം എവിടെയെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ ചില ഷോട്ടുകളിലൊക്കെ അത് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇത്തരം സംഭവങ്ങൾ കുറച്ചും കൂടി ഒരു പ്രോമിനൻസിലേക്ക് വരുമായിരുന്നു, ഓഡിയൻസിൻ്റെ അറ്റൻഷനിലേക്ക്. അങ്ങനെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ബേസിക്കലി ഇതിനിങ്ങനെ അതിൻ്റെ എൻഡിലും കുറച്ച് മെസ്സേജിങ് കൊണ്ടുവരുന്നുണ്ട്. അതും കുറച്ച് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓവറോൾ ഈ സിനിമ നോക്കുകയാണെങ്കിൽ സിനിമ അത്ര ഒരു നല്ല ഒരു എഫർട്ടാണ്, നല്ലൊരു അറ്റംപ്റ്റാണ്. അത്യാവശ്യമൊക്കെ രാജേഷ് അതിൽ സക്സസ് ആണ്. കുറച്ച് റീഅഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ സിനിമയിൽ കൊണ്ടുവരാനുണ്ടായിരുന്നു. അതൊരു ഡെബ്യൂ വർക്ക് എന്ന രീതിയിൽ അത് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ സത്യത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വന്നായിരുന്നു കേട്ടോ, ഒരു റെസ്പെക്റ്റ് എടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് വന്നായിരുന്നു. അത് ഈ സിനിമയുടെ ചിലപ്പോൾ അത് സിനിമയുടെ സക്സസ് ആയിരിക്കാം, കാരണം അത്രയും അതുപോലത്തെ ഒരു കയോട്ടിക് വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് ഇതിൻ്റെ റിവ്യൂ എൻഡ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.